സഹിന്റെ തൊപ്പി വിതരണമൊക്കെ മുറക്കി നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. നേരത്തെ നമ്മൾ കണ്ടു, വഴിയെ പോകുന്നവരൊക്കെ പിടിച്ചു നിർത്തി തൊപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത് വളരെ നല്ലൊരു യജ്ഞമാണ്. വലിയ വെയിലാണ് അവിടെ, നമുക്കറിയാം. അപ്പം ഈ പോകുന്ന ആളുകളെയൊക്കെ പിടിച്ചു നിർത്തി സഹിൻ തൊപ്പി കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ പറയുന്നത് പോലെ സ്റ്റേജിൽ നടക്കുന്ന ഇനങ്ങളൊക്കെ കാണുന്നുണ്ടോ? അതിലാ സ്റ്റേജിൽ നടക്കുന്ന മുഴുവൻ ഇനങ്ങളും കാണുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നാട്ടിൽ അനീതി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, ആരും വെയിലത്ത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവർക്കും തൊപ്പി കൊടുക്കും. പക്ഷേ നമ്മുടെ തൊപ്പി മേടിച്ചുകൊണ്ട് ഇവിടെ വേറൊരു കച്ചവടം നടത്തുന്ന കുറച്ച് ആളുകളുണ്ട്. ഞാൻ ഈ കുറച്ച് വിദ്യാർത്ഥികളാണ്, അവരെ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരുടെ കയ്യിൽ ഏതാനും ചില പോസ്റ്ററുകളും ഒപ്പം തന്നെ ഈ കാണുന്നത് പോലെ ചില നോട്ടീസൊക്കെ ഉണ്ട്. എന്താണ് മക്കളെ ഈ സംവിധാനം? ആരെങ്കിലും പറഞ്ഞോ? ലീഡർ പറഞ്ഞോ? എന്താണ് സംഭവം? റോബോട്ടിക്സ് ആയിട്ട് നമ്മുടെ LBS കോളേജിലെ യാബോട്ടും പിന്നെ CT കോളേജുമായിട്ട് കൊളാബ് ചെയ്ത് നടത്തുന്ന ഒരു പരിപാടിയാണ്. അത് നടക്കുന്ന CT കോളേജ് വെച്ച് 11th നടക്കുന്നത്. അതിന്റെ സ്കൂൾ സ്റ്റുഡൻസിന് റോബോട്ടിക്സിലോട്ട് ഒരു എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടിയാണ് നടത്തുന്നത്. കുട്ടികൾക്ക് റോബോട്ടിക്സ് ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേരെ നമ്മൾ ഉയർത്തി കൊണ്ടുവരാം. അവർക്കൊരു സോഴ്സ് കൊടുക്കാം. നമ്മളിങ്ങനെ നിങ്ങൾക്ക് എന്തായാലും ഉപയോഗകരമായിരിക്കും. അത് തന്നെയാണ് അതിന് നമ്മുടെ കുട്ടികളൊക്കെ എന്തോരം വളർന്നുപോയി എന്നുള്ളതാണ്. കാരണം അവർ പറയുന്നത് പോലെ തന്നെ ഈ സ്കൂൾ കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടി അവർ ചില മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണ്, റോബോട്ടിക്സ് ഷോയൊക്കെ. നമ്മളൊക്കെ ചെറുപ്പകാലത്തൊക്കെ ആലോചിച്ചിരുന്നു ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒന്ന് നടപ്പിലായിരുന്നെങ്കിൽ എന്നുള്ളത്. എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ അത് കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെയൊക്കെ കാണാം ഹോമിയോപ്പതി. എങ്ങനെയുണ്ട്? മരുന്നൊക്കെ മേടിക്കാൻ ആളുകളൊക്കെ വരുന്നുണ്ടോ? മരുന്നൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. മാഡത്തിന്റെ പേരെന്താ? രശ്മി. ഡോക്ടറാണോ? അതെ. എങ്ങനെയുണ്ട് ആളുകളൊക്കെ? ഈ വെയിലൊക്കെ എങ്ങനെയുണ്ട്? ആളുകൾക്ക് തരണം ചെയ്യാൻ പറ്റുമോ? തരണം ചെയ്യുന്നുണ്ട്, എന്നാലും അസഹനീയമായ വെയിൽ തന്നെയാണ്. നല്ല വെയിലുണ്ടല്ലേ? ഒരു തൊപ്പി തന്നല്ല സന്തോഷത്തോടുകൂടി വാങ്ങിക്കും. താങ്ക് യു ന്യൂസ് മലയാളം എന്നും കൂടി പറയൂ. താങ്ക് യു ന്യൂസ് മലയാളം. ഓക്കെ, താങ്ക് യു. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മളെ പോലെ നമ്മൾ തൊപ്പി വിതരണം ചെയ്യുമ്പോൾ ആളുകളുടെ ദാഹം അകറ്റുന്ന ചില മനുഷ്യർ ഇവിടെ ഉണ്ട്. വെൽഫെയർ കമ്മിറ്റിയിലെ മിടുക്കന്മാരായ കുറെ ആളുകൾ. സാറേ, എല്ലാവർക്കും വെള്ളം കൊടുക്കണേ? എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ട്. ഒരാളും ദാഹിച്ചു പോകാൻ അനുവദിക്കില്ല. ഒരിക്കലും ഇല്ല. എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ട്. അത് ഒരു വെള്ളമല്ല, നോർമൽ വാട്ടർ അല്ല, തണുത്ത വെള്ളം, ചൂടുവെള്ളം, നോർമൽ വാട്ടർ. അങ്ങനെ 3 ടൈപ്പാണ്. കലോത്സവ വേദിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ 3 വെള്ളം ഒരുമിച്ച് ഒരുമിച്ച്. അതും ഒരു 5-6 എത്ര 10 റോയാണ് നിൽക്കുന്നത്. ഇവിടെ 10, ഇവിടെ 10. എല്ലാ വേദിയിലും 35 എല്ലാ വേദികളിലും ഉണ്ട്. ചെറിയ കളിയല്ല, വലിയ കളിയാ. നിങ്ങൾ യഥാർത്ഥത്തിൽ അധ്യാപകരാണോ? അല്ലെങ്കിൽ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെ അധ്യാപകരാണ്. ഉറുദു അധ്യാപകരാണ്. ഉറുദുവാണ്. ഉറുദുവിൽ ഒരു 2 വരി പാടുമോ? ഉറുദുവിൽ ഒരു 2 വരി പാടുമോ? 2 വരി പാടണോ? दिल में एक लहर से उठी है अभी, कोई ताजा हवा चली है अभी, दिल में एक लहर से उठी है अभी. സാറെ, മനോഹരമായിട്ടുണ്ട്. ഇനി ഇതിന്റെ അർത്ഥം കൂടി ഒന്ന് പറയോ? ഹൃദയം അതിങ്ങനെ ഒരു തിരമാലകൾ പോലെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നു. അതെ, എന്റെ ഹൃദയവും തിരമാല പോലെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ തൊപ്പി വിതരണം ചെയ്യുമ്പോൾ ഇവര് വെള്ളം വിതരണം ചെയ്ത ആളുകളുടെ ദാഹം അകറ്റുന്നു. ഇനി ഈ ദാഹമകറ്റിയ മനുഷ്യരുടെ തലയിൽ വെയിൽ കൊള്ളാതിരിക്കാൻ നമ്മൾ ഓരോ തൊപ്പികൾ വിതരണം ചെയ്യുകയാണ്. സാറെ, സന്തോഷമായോ? അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോ ന്യൂസ് മലയാളത്തോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ വാർത്ത നമ്മൾ കാണുന്ന കൂട്ടത്തിലാണ്, സ്ഥിരമായി കാണുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ഇത് കവർ ചെയ്യണം. ഞങ്ങൾക്ക് നല്ല പബ്ലിസിറ്റി ആണ്. ഒപ്പം തന്നെ ന്യൂസ് മലയാളം ചെയ്യുന്ന ഈ പ്രവൃത്തിയെ നിങ്ങൾ പ്രശംസിക്കണം. തീർച്ചയായിട്ടും നിങ്ങളെ പ്രത്യേകം പ്രശംസിക്കുന്നത്. എന്തായാലും അതില വളരെ നല്ല കാര്യമാണ് അധ്യാപകരൊക്കെ ചെയ്യുന്നത്, ഉറുദു അധ്യാപകര്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പോലീസ് സേനയിലെ അംഗങ്ങളും ഇവരെല്ലാവരും വിഷമിച്ചിരിക്കുന്നുണ്ട്. രാവിലെ മുതൽ ഡ്യൂട്ടിയാണ് എല്ലാവരും. പക്ഷേ ആ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അല്പനേരം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചാലായിരിക്കും നമ്മളെപ്പോലെയുള്ള ആളുകൾ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. സാറേ, രാവിലെ മുതൽ പണിയാണ്. എങ്ങനെയുണ്ട്? ആളുകളൊക്കെ എങ്ങനെയുണ്ട്? പൊതുവെ നല്ല റെസ്പോൺസീവാണ്. പ്രോഗ്രാം നന്നായി പോകുന്നുണ്ടല്ലേ കാര്യങ്ങൾ? വെയിൽ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ? വെയിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ധാരാളം വെള്ളം കൊടുക്കുന്നുണ്ട്. ഇവിടെ പോലീസിന്റെ തന്നെ സ്റ്റാളുണ്ട്. അവർക്ക് വെള്ളമുണ്ട്, പിന്നെ ഓറഞ്ചുണ്ട്, എല്ലാം ഉണ്ട്, തണ്ണിമത്തനുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? പരാതികളൊക്കെ വരുന്നുണ്ടോ? പരാതികളൊക്കെ ഉണ്ടോ? പരാതിയൊന്നുമില്ല. ID കാർഡ് നഷ്ടപ്പെട്ട 1-2 പരാതികളൊക്കെ വന്ന് അത് ഞങ്ങള് ലഭിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ മറ്റു പരാതികളൊന്നും ഇല്ല. എന്തായാലും നന്നായി തന്നെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. നന്നായി തന്നെ പോകുന്നുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്ര പേരുണ്ട്?
ഈ വേദിയിൽ ഇവിടെ മാത്രം ഒരു 10ഓളം പേരുണ്ട്. 10ഓളം പേരുണ്ടല്ലേ? അവരെല്ലാവരും രാവിലെ വന്ന് വൈകുന്നേരം പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണോ, അല്ലെങ്കിൽ ഷിഫ്റ്റ് ആണോ? നൈറ്റ് ഉണ്ട്, ഷിഫ്റ്റ് ഉണ്ട്. അത് തന്നെയാണ് ആതിര. എന്തായാലും മാഡം, ഞാൻ ഒരു തൊപ്പി ഒന്ന് സ്വീകരിക്കും എന്ന് എനിക്ക് പ്രതീക്ഷിക്കാം അല്ലേ? എന്തായാലും സാറിനും ഒരു തൊപ്പി ഞാൻ തരും. എല്ലാവർക്കും ഒരു തൊപ്പി തന്നിരിക്കും. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ആതിര ഈ പറയുന്ന പോലെ സാറേ ഒരു തൊപ്പി പിടിക്കണം. ഓക്കെ വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. എന്തായാലും വലിയ രീതിയിലുള്ള മത്സരങ്ങൾ ഇങ്ങനെ ശക്തമായി തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ആളുകൾ എല്ലാവരും തന്നെ ഹലോ ഈ തൊപ്പിയൊക്കെ പറഞ്ഞ തല വെച്ചേ എന്തിനാ ഈ വിലക്ക് കൊണ്ടുപോകണം ഇന്ന്? താങ്ക് യു. അത് തന്നെയാണ്. എന്തായാലും ആളുകൾ വലിയ ഹാപ്പിയാണ് ആതിര. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മത്സരം തലസ്ഥാന നഗരിയിൽ നടക്കാൻ നേരത്ത് ആ തലസ്ഥാന നഗരിയിൽ എന്തായാലും കൂടുതൽ പങ്കാളിത്തമുണ്ട്. ഒപ്പം തന്നെ കാണുന്നത് പോലെ ഈ പറയുന്ന സ്ഥലമെല്ലാം ശുചിയാക്കിയിടുന്ന കുറേ മനുഷ്യരുണ്ട്. ഒരു സാധാരണക്കാരായ കുറേ മനുഷ്യർ. അവർ രാവിലെ ഇറങ്ങുകയാണ്. രാവിലെ ഒരു പുലർച്ചെ ഒരു 5 മണിക്ക് ഈ മനുഷ്യർ ഇറങ്ങിയാൽ മാത്രമേ ഈ സ്ഥലമെല്ലാം ഇത്ര വൃത്തിയായിടാൻ കഴിയുകയുള്ളൂ. ഈ ചേച്ചിമാരൊക്കെ രാവിലെ മുതൽ തന്നെ അവർ ജോലിക്കായി ഇറങ്ങുന്നു. വൈകുന്നേരം വരെ കട്ടപ്പണിയാണ് ഇവരെടുക്കുന്നത്. ഒരു സംശയവും വിചാരിക്കേണ്ട, ഈ മനുഷ്യരാണ് ഈ പരിസരം മുഴുവൻ ഇത്രയും വൃത്തിയാക്കിയിടുന്നത്. എങ്ങനെയുണ്ട്? രാവിലെ ഇറങ്ങി ഹാപ്പി അല്ലേ? ഭക്ഷണമോ കഴിച്ചില്ലേ? ഇതെന്താ ഈ തലയിൽ തൊപ്പി വെക്കാതിരിക്കണത്? രാവിലെ കഴിച്ചു. എങ്ങനെയുണ്ട്? എന്തൊക്കെയാ പ്രധാനമായിട്ടും ഇവിടെ വേസ്റ്റ് ഏതാ വരുന്നത്? പ്ലാസ്റ്റിക് വേസ്റ്റ് ആണോ കൂടുതൽ? എന്തൊക്കെ വേസ്റ്റാ കൂടുതൽ വരുന്നത്? ഭക്ഷണ വേസ്റ്റ് ആണോ പ്ലാസ്റ്റിക് വരുന്നുണ്ട്? ആ തൊപ്പി തലവൊക്കെ എന്തിനെങ്ങനെ? പിന്നെ പേപ്പേഴ്സ്, പിന്നെ പ്ലാസ്റ്റിക് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. തരം തിരിച്ച് നമ്മളെല്ലാം അപ്പോഴപ്പോഴാ മാറ്റുന്നുണ്ട് എല്ലാരും. എത്ര വർഷം ഈ ജോലിക്കൊക്കെ ഓരോരുത്തരും വന്നു തുടങ്ങിയിട്ട്? ഏറ്റവും പ്രായം ചെന്ന ഒരാളാണ്. ഏറ്റവും പ്രായം ചെന്ന ആള് 40 വർഷം. ഇങ്ങോട്ട് വാ. 40 വർഷം പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. 40 വർഷം ഈ തൊഴിലൊക്കെ എടുക്കാൻ നേരത്ത് പറഞ്ഞു വിടുമെന്ന് പറയണം. 40 വർഷം പറഞ്ഞു വിടുമെന്ന് പറയണത്. 38 വർഷമായി. ഈ അടുത്ത കൊല്ലം മനുഷ്യായി. അപ്പോഴേ 39 കൊല്ലാവും. ഈ മഴക്കാലമൊക്കെ വരുമ്പോ ഈ പണി ഇത്തിരി ടഫ് അല്ലേ? നല്ല പാടാണ്, ബുദ്ധിമുട്ടാണ്. എത്ര മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും നിങ്ങള്? ഞാൻ ഒരു 3 മണിക്ക് 4 മണിക്ക് വന്ന് രാവിലെ 4 മണിക്ക് വന്ന് അത് ഉച്ചവരെയൊക്കെ പോകും സാധാരണ. ആവശ്യമുണ്ടെങ്കിൽ 3 മണിയൊക്കെ ആവും. താമസിച്ചാ പോകുന്നത്. ഞങ്ങൾക്ക് സമയം അങ്ങനെ ഇല്ല. എല്ലാവരും സഹകരിച്ചിട്ട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ മാറിയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. നമുക്കുള്ള സമയം വരെ നമ്മളത് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ഷിഫ്റ്റ് വിചാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയിലാണ് സ്ഥലം മുഴുവൻ കിടക്കുന്നത്. ഇത് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ള. പക്ഷേ 4 മണിക്ക് പണിയോടെ എന്നാണ് അർത്ഥം. നഗരസഭ ഇല്ലെങ്കിൽ നാട് നാറും. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ലെങ്കിൽ നഗരം പോയി. ജനം വരുന്ന സൗദി അറേബ്യയില് ഒരു തുണ്ട് വേസ്റ്റ് പേപ്പർ പോലും അവിടെ കാണൂലല്ലേ. പിന്നെ ഇവിടെ ഇത്രയും ഇത് വന്നെടുത്ത് ഇത് എങ്ങനെ കാണുന്നത്? പിന്നെ സർക്കാർ ഇതിനെ നിരോധിക്കാതെ, കമ്പനികൾ പൂട്ടിക്കാതെ ഇത് പ്ലാസ്റ്റിക് നിരോധിക്കണമെന്ന് പറയണല്ലേ എന്തൊരു അർത്ഥമാണ്? അത് തന്നെ ചേട്ടാ ചോദിച്ചതിലും അർത്ഥമുണ്ട്. എന്തായാലും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പണിയൊക്കെ എടുക്കുന്നുണ്ട്. നൈറ്റ് ആളുണ്ട്, അതുപോലെ നൈറ്റും ഉണ്ട്, ഡേ ഉണ്ട്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഉത്സവം കഴിയുന്നത് വരെ HIയും JHI ഇവിടത്തുള്ള എല്ലാരും നമുക്ക് പൂർണ്ണ പിന്തുണയാണ്. നഗരത്തിന്റെ നട്ടലുകളാണ്. അതെ, നഗരത്തിന്റെ നട്ടലുകളാണ് ആതിര ഈ പറയുന്ന പോലെ ഈ മനുഷ്യരാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഗരത്തെ വൃത്തിയാക്കി നിർത്തുന്ന മനുഷ്യരാണ്. എന്തായാലും അവർ പറയുന്നത് പോലെ നമ്മള് ഒരു ശുചിയാണല്ലോ, എന്തിനും ഒരു ശുചിത്വമാണ് വേണ്ടത്. അത് കൃത്യമായി കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവേശകരമായ മത്സരം അകത്ത് നടക്കുമ്പോൾ ചേച്ചിയൊക്കെ ഇവിടെ കഥയും പറഞ്ഞിരിക്കണേ. മത്സരം എല്ലാം കണ്ട ഇവിടം വരെ വന്നിട്ട് സത്യം പറ. കണ്ടു. എന്തൊക്കെ കണ്ട്? കുച്ചിപ്പുടി കണ്ടു, പിന്നെ ആദ്യത്തെ ദിവസം മോഹിനിയാട്ടം കണ്ടു. എങ്ങനെയുണ്ട് മത്സരങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? മത്സരങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കാണികൾ പൊതുവെ കുറവാണ്. കാണികൾ കുറവല്ലേ? വരുന്ന ഒരു ഒഴുകുന്ന ജനമാണല്ലേ, ആളുകളൊന്നും അകത്തേക്ക് കയറുന്നില്ല. അകത്തോട്ട് കയറുന്നില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടുമായിരിക്കും. രാവിലെ ഉച്ച സമയമായത് വെയിൽ കൊണ്ടായിരിക്കും. ടീച്ചർമാരാണോ? അതെ, ഞങ്ങൾ 2 ടീച്ചേഴ്സാണ്. എവിടെ? ഏതാ ജില്ല? ഇവിടെ അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന തൃശ്ശൂരാ. ഞാൻ ഇവിടെ തന്നെയാണ്, മണക്കാട് സ്കൂളിലാണ്. അവിടെ വേദി 5 പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് അതിൽ എന്തായാലും പറയുന്നത്. ചേട്ടാ കവിത പാടണോ? എന്താ കവിത? ചേട്ടാ പാട്, ധൈര്യമായി പാട്. മതസൗഹാർദ്ദത്തിനെ പറ്റി പറയണോ, കോഴിയെ പറ്റി പറയണോ? കോഴിയെ പറ്റിയാണെങ്കിലും രണ്ടാണെങ്കിലും നമ്മൾ സഹിക്കും.
ഏകഭാവനയോടെ ദിനത്തിലും ലോകശില്പി ശില്പകൗശലം ആകനിഞ്ഞ് വെളിവാക്കിടുന്നു. കാൺകമാനമഴകാർന്ന കോഴിയെ കണ്ടാൽ കിഞ്ചനോന്ന മിതമാൻ കഴുത്തൊടും ചഞ്ചലാക്ഷി പുടവീക്ഷണത്തരും രാത്രി തൻ പോക്കത്രത്തോളം ആ നൽച്ചന്തലപ്പാവുള്ള കോഴികൾ ഉച്ചത്തിൽ കൂയിനാറ് കുക്കുടങ്ങൾ. അടിപൊളിയാണ്. അതിൽ എന്തായാലും കോഴിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ കോഴിയെ കുറിച്ച് എനിക്ക് കേൾക്കാൻ താല്പര്യമുള്ള ഒരു മാറ്റർ കൂടിയാണ് അതിര. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകളൊക്കെ വലിയ ആവേശത്തിലും ഒപ്പം തന്നെ ജില്ലകൾ തമ്മിലുള്ള കടുത്ത പോരാട്ടവുമാണ് ഈ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരും ഒപ്പം തൃശ്ശൂരും കോഴിക്കോടും എല്ലാം ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നു. 1-2 പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ ജില്ലകളെല്ലാം സമ്മാനങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും 131 ഇനങ്ങളുടെ റിസൾട്ട് വരാനുണ്ട്. ആ റിസൾട്ട് കൂടി വന്നാൽ മാത്രമേ ആരാണ് വിജയ് എന്ന് അന്തിമമായി പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഘട്ടം വരെ കണ്ണൂർ ഒരടി പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. 1 പോയിന്റിനോ 2 പോയിന്റിനോ വ്യത്യാസത്തിൽ കണ്ണൂർ മുന്നിൽ തന്നെ നിൽക്കുന്നു. അത് മറികടക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. ശക്തമായി തന്നെ കണ്ണൂർ മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കോഴിക്കോടോ തൃശ്ശൂരോ അത് മറികടക്കുമെന്നോ പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും അത് ഒരു ഘട്ടത്തിലും അത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. 449 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ നിൽക്കുമ്പോൾ 448 പോയിന്റുമായി തൃശ്ശൂർ തൊട്ട് പിന്നിലുണ്ട്. 1 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഇത്രയും ഇനങ്ങൾ 115ഓളം ഇനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്തും 1 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് കണ്ണൂർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല മുൻ വർഷങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ 2-3 പോയിന്റിന്റെ വ്യത്യാസങ്ങളിൽ മാത്രം സമ്മാനങ്ങൾ കൊണ്ടുപോയ വർഷങ്ങളുണ്ട്. അത് തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇനിയും മത്സരങ്ങൾ വരാനുണ്ട്. 1-ാം വേദിയാണ് ഈ കാണുന്നത്. 1-ാം വേദിയിൽ നമ്മൾ നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ആളുകൾ ആരും വേദിയിലേക്ക് കയറുന്നില്ല എന്നുള്ളതാണ്. അകത്തേക്ക് കയറുന്നില്ല. പകരം ഒരു ഒഴുകുന്ന ജനമായി ആളുകൾ അങ്ങ് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന ആളുകൾ അതുപോലെ തന്നെ മടങ്ങിപ്പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനപ്രിയ മത്സരങ്ങളായ മിമിക്രിയും മോണോക്റ്റും ഒപ്പം തന്നെ നാടകവും എല്ലാം നടക്കുമ്പോൾ അതിലൊരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതുവരെയും ഈ ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും.